ഹായ് ഗൈസ്. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ അലോവേര നടാൻ പോവാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ 2 ആഴ്ച മുമ്പ് ഈ അലോവേരയുടെ ചട്ടി പൊട്ടിപ്പോയി. അപ്പം ഞാൻ എന്നാ ഇതെന്ന് വെച്ചാൽ എനിക്ക് അപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ഈ അലോവേര ഈ ബക്കറ്റിൽ ഇട്ട് വെച്ചു. അപ്പോൾ അലോവേരയ്ക്ക് നല്ല രീതിക്ക് വേരൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ബൊഗൈൻവില്ലയുടെ കമ്പും വെച്ചു, പക്ഷെ അതിന് അത്രയ്ക്ക് വേര് വന്നില്ല. വരുന്നുണ്ട് ചെറുതായിട്ട്, വീഡിയോയിൽ കാണുമോയെന്നറിയില്ല. പിന്നെ ഒരു ശംഖുപുഷ്പത്തിൻ്റെ തൈ ആ ചട്ടിയിലുണ്ടായിരുന്നു, അത് വിട്ടു. അതിന് അത്യാവശ്യം വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ അലോവേര ചട്ടിയിലോട്ട് മാറ്റണം. അലോവേര വെള്ളത്തിൽ ഇട്ട് വെക്കാമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ വേരൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് മാറ്റിയിടാം. അപ്പം ഇതാണ് നമ്മൾ അലോവേര നടാൻ പോകുന്ന ചട്ടി. ഡ്രെയിനേജ് ഹോൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അലോവേരയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന സോയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഡ്രെയിനേജ് ഉള്ള സോയിലായിരിക്കണം. കാരണം കുറേ വെള്ളം കെട്ടിക്കിടന്ന അലോവേര ചീയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി ചകിരിച്ചോറ് ഇടുന്നുള്ളൂ. നമ്മൾ കൂടുതലും മണലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു 6 കോല് മണലെടുക്കാം. ഇത്ര മതിയായിരിക്കും. നമുക്കൊരു 4 കോല് മണ്ണെടുക്കാം. ഏകദേശം ഇത്ര മണ്ണ് മതിയായിരിക്കും. അപ്പം നമ്മൾക്കൊരു ഇച്ചിരി കോപ്പി നമ്മുടെ ചകിരിച്ചോറും കൂടെ എടുക്കും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്കിനി ചട്ടിയിലിടാം. ഇനി നമ്മൾ ഇച്ചിരി പെർലൈറ്റ് ആഡ് ചെയ്യണം. നല്ല ഡ്രെയിനേജ് കിട്ടാൻ വേണ്ടി നമ്മൾ പെർലൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു 20% മതിയായിരിക്കും നമ്മുടെ ഫുൾ പോട്ടിംഗ് മിക്സിൻ്റെ. ഏകദേശം ഒരു ഇത്ര മതിയായിരിക്കും. നമ്മളൊരു ഇച്ചിരി കമ്പോസ്റ്റും കൂടെ എടുക്കുന്നുണ്ട്. നമ്മൾ കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു ഇച്ചിരി നമ്മുടെ ചട്ടിയിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് നമ്മുടെ അലോവേര നടാം. അപ്പം നമ്മുടെ അലോവേര ഉണ്ട്. അപ്പം നമുക്കിനി മണ്ണിടാം. ഇനി നമുക്ക് ഇച്ചിരി സ്യൂഡോമോണാസ് ഒഴിച്ചു കൊടുക്കാം. എന്തേലും വേര് ചീയലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനും പിന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ ഓവറോൾ ഹെൽത്ത് ഒന്ന് നേരാനും നമുക്ക് സ്യൂഡോമോണാസ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അലോവേര ഇച്ചിരി സൈഡിലോട്ടായിട്ടുണ്ട്, പക്ഷെ സാരില്ല. നമുക്ക് ഇച്ചിരിയും കൂടെ കഴിയുമ്പോൾ നന്നായിട്ട് വേര് പിടിച്ച് വരുമ്പോൾ അലോവേരയുടെ ചെറിയ അലോവേരയൊക്കെ ഈ നടുക്കോട്ടൊക്കെ വരും. അപ്പോൾ നമുക്ക് അത് സാരില്ല. നമ്മൾ അലോവേര നട്ടു. ഇനി നമുക്കിത് നന്നായിട്ട് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ ഈ അലോവേര ഒരു ഷെയ്ഡിനടിയിലാണ് വെച്ചിരിക്കുന്നത്. മഴയൊന്നും കൊള്ളാണ്ട് അത്യാവശ്യം വെയിൽ തട്ടുന്ന ഒരു ഷെയ്ഡിനടി വെച്ചിട്ടുണ്ട്. കുറേ വെള്ളമൊന്നും ഒഴിക്കണ്ട. അത്യാവശ്യം വെള്ളം ഇപ്പം തന്നെ മണ്ണിലുണ്ട്. പിന്നെ സ്യൂഡോമോണാസും കലക്കി ഒഴിച്ചു. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് 2 ഇഞ്ച് ഡ്രൈ ആകുമ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ശരി.